പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം, അപ്പം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് ഫിസിക്സ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. നിങ്ങൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അത് പ്രാക്ടീസിൻ്റെ കൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഫോമുല അറിയാം, നമ്മുടെ മെമ്മറി ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ മെമ്മറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഇരിക്കരുത്. ഇപ്പോൾ ജെയ് മെയിൻ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് തുടക്കത്തിൽ പോകേണ്ട. തുടക്കത്തിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ സാറ് പറഞ്ഞ പോലെ എക്സാം ഒക്കെ എഴുതുമ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനൊന്നും ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ മിസ്സായി പോകും. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ജെയ് മെയിൻ 2026 റിപ്പീറ്റഡ് ബാച്ചസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങി. അവരുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കാണുന്നു, ക്ലാസ്സസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് കുറേ ചോദ്യങ്ങൾ പുതിയതായിട്ടുണ്ടായ, നേരത്തെ ഉണ്ടായിരുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് റെസ്പോൺസസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ, അപ്പം ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം, അപ്പം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് അവരിതുവരെ സ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ പഠിച്ചു വന്ന ഒരു രീതിയല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പഠനം മാത്രമല്ല, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു അപ്രോച്ച് രീതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഫിസിക്സ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. അതെ, അപ്പോൾ ആദ്യം തന്നെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളിലെ എക്സാമും എൻട്രൻസ് എക്സാമും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശീലമില്ലാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ ആദ്യം പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്ന കാര്യങ്ങളോ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഫസ്റ്റ് എക്സാം എഴുതുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത. ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തിയറിയൊക്കെ ഞങ്ങൾക്ക് കേൾക്കുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് പ്രോബ്ലംസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നിലായി പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് പേര് തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ ഒന്ന് നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒന്ന് കുറേ പുതിയ ഐഡിയാസ് നമ്മൾ കേൾക്കും. പിന്നെ കുറേ ഇക്വേഷൻസ് കാണും. പലപ്പോഴും പലർക്കും സംശയം, ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഇന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും, അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യമേ എങ്ങനെ അറിയും? ഇതൊരിക്കലും നമുക്ക് കാണാതെ പിടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, പലപ്പോഴും കുട്ടികൾ ചോദിക്കുമ്പോൾ ഒരു അല്പം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ സാർ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുക എന്നൊരു ചോദ്യം പലപ്പോഴും കുട്ടികൾ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ പ്രാക്ടീസ്, എക്സ്പീരിയൻസ് വഴി അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്നൊരു സ്റ്റാർട്ടിങ് നമ്മൾ തീർച്ചയായിട്ടും കാണും. അപ്പോൾ അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ 2-3 ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് ഒരു കോമൺ പാറ്റേൺ കാണും. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കോമൺ പാറ്റേൺ കാണും. അപ്പോൾ അത് 2-3 ചാപ്റ്ററുകളൊക്കെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അല്ലേ? ആ ഒരു സ്കില്ല് തന്നെ ഡെവലപ്പ് ആയി വരും. ഇപ്പം വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. ഇപ്പോൾ ക്ലച്ച് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഗിയർ മാറ്റുന്ന എല്ലാം അയാളിങ്ങനെ വളരെയധികം ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്യുന്നുള്ളൊരു ചിന്ത അയാൾക്കുണ്ടാവും, അല്ലെ? ഈ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത്. എന്നാൽ വണ്ടി ഓടിച്ച് ശീലമുള്ള ഒരാൾ ബോധപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അയാൾ ഈ ഒരു സമയത്തുമ്പോഴത്തേക്ക് നമുക്ക് ഗിയർ മാറ്റണം എന്നൊന്നും ആലോചിച്ചുകൊണ്ടല്ല അയാൾ ചെയ്യുന്നത്. സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ വളവ് വരുമ്പോൾ ഇതെങ്ങനെ തിരിയും എന്നുള്ളതാണ് നമ്മൾ അതിന്റെ പിന്നിലുള്ള സയൻസ് ഒക്കെയാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. പക്ഷേ കുറച്ചൊന്ന് ഒരു ശീലമായി കഴിഞ്ഞ ഒരാൾ ഒരിക്കലും അത് ചെയ്യാറില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അത് പ്രാക്ടീസിൻ്റെ കൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് കുറേ ഫോമുല മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോയി ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓരോ ക്വസ്റ്റ്യൻ വന്നു, അടുത്ത ഫോമുല എടുത്തു, അപ്ലൈ ചെയ്തു, മാർക്ക് ചെയ്തു. അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് പ്രാക്ടീസിൻ്റെ കൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇക്വേഷൻ പഠിക്കുമ്പം അത് ഏത് സിറ്റുവേഷനിലാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ആ ഓരോ ഇക്വേഷനുള്ള ടേമുകൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് വെലോസിറ്റി, നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മാർഗം, നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അത് ഏത് സിറ്റുവേഷനിലാണ്, അതൊരു സ്പെഷ്യൽ കേസാണോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് കണ്ടീഷൻസ്,
പിന്നെ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, നമ്മളൊരു ഇക്വേഷനൊക്കെ പഠിക്കുമ്പോൾ അതിൽ എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്, എന്തൊക്കെ കോൺസ്റ്റൻ്റ് ഉണ്ട്, ആരൊക്കെ മാറിയാൽ എന്തൊക്കെ മാറും എന്നൊക്കെ തന്നെ ഒന്ന് കുറച്ചൊന്ന് ആലോചിക്കാം. നമുക്ക് ഒത്തിരി ആലോചിച്ച ഒരു ഇക്വേഷൻ വെച്ചിരിക്കാനുള്ള സമയമില്ല. കുറച്ച് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ എക്സാം വരുമ്പം ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇന്ന സിറ്റുവേഷൻ ആണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ സയൻസാണ് പഠിക്കുക. അപ്പോൾ അതിൽ ഫിസിക്സിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ സംശയമൊന്നുമില്ല. എന്നാലും നമ്മൾ കുറച്ചുകൂടെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ആ ഒരു സബ്ജക്റ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് ആലോചിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അതെപ്പോഴും നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാനും റിയൽ ലൈഫിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. സക്സസ് നമ്മളെപ്പോഴും പെർഫെക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ എന്നാലും ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ ഈ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ കാണാനായിട്ട് നിങ്ങളെപ്പോഴും ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പ്രോബ്ലംസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു കാര്യം ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക, എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും അതിനേക്കാളും പ്രധാനപ്പെട്ട് എപ്പോഴാണ് അത് ഉപയോഗിക്കാൻ പറ്റാത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിപ്പോൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോർമുല മാത്രമല്ല, അതിൻ്റെ ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം. ഒത്തിരി കുട്ടികൾ ഇങ്ങനെ എല്ലാ ഇക്വേഷൻസും അവർക്ക് അറിയാമായിരിക്കും, പക്ഷേ ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ മെമ്മറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് ഒരിക്കലും. ഇപ്പോൾ ഒരു പക്ഷി, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പക്ഷി മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ ആ മരത്തിൻ്റെ ചില്ലയുടെ ബലത്തിലല്ല പക്ഷി അവിടെ ഇരിക്കുന്നത്, അതിന് പറക്കാൻ പറ്റുന്നുള്ള ഒരു കഴിവുള്ളതാണ്. അപ്പം അതുപോലെ നമുക്ക് ഫോർമുല അറിയാൻ നമ്മുടെ മെമ്മറി ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, പക്ഷേ മെമ്മറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മളിതിരിക്കരുത്. ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഒരു ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അത് പ്രാക്ടീസിൻ്റെ കൂടെ മാത്രം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാതെ വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് തീർച്ചയായിട്ടും ഉണ്ടായി. അപ്പോൾ ആ മിസ്റ്റേക്ക് അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെ മിസ്റ്റേക്കുകളിൽ കൂടെയാണ് ശരിയായിട്ടുള്ള വഴികളിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റേക്കുകൾ ഉണ്ടാവണം. അതുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് അടുത്ത എക്സാമുകൾക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു പക്ഷേ കിട്ടുന്നില്ല, ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു ഫെയിലിയർ ആയിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്തു ആൻസർ കിട്ടുക എന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ ഒരു ബോണസായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇപ്പോൾ 100 പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അതിനകത്ത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 40 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ സൊല്യൂഷൻ നോക്കിയിട്ടോ ഒക്കെ നമ്മളത് പഠിച്ചു വെക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു ഉപയോഗമായിട്ട് മാറുകയാണ്. പിന്നെ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുടക്കത്തിൽ ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ജെയ് മെയിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് തുടക്കത്തിൽ പോകേണ്ട. തുടക്കത്തിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ലെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരിക്കൽ പോലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു സക്സസ് ആയിട്ട് കൂട്ടുക നിങ്ങൾ. ഓക്കെ, ആൻസർ കിട്ടുക എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജ് മാത്രമാണ്. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ സ്റ്റേജ് സക്സസ്സിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതെ. പിന്നെ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുന്ന സമയം നമുക്കറിയാം നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയും. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കാതൊക്കെ ആയിരിക്കും മുൻപോട്ട് പോകുന്നത്. അപ്പം ഓരോ ചാപ്റ്റേഴ്സും എടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ കാര്യങ്ങൾ ഒഴിവാക്കണമെന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും നമ്മൾ ഓരോ വാക്കുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വാക്ക് മിസ്സായി പോയാൽ ചിലപ്പോൾ നമ്മൾ ആ പഠിക്കുന്നതിൻ്റെ മീനിങ് തന്നെ ചിലപ്പോൾ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ സാറ് പറഞ്ഞ പോലെ എക്സാമൊക്കെ എഴുതുമ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. എക്സാം ഹാളിലിരിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനൊന്നും ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ മിസ്സായി പോകും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ എക്സാം കഴിയുമ്പോൾ എവിടെയാണ് എനിക്ക് തെറ്റിയതെന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇവർ ക്ലാസ് കാണുമ്പോൾ നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും പുതിയതായിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ പഠിക്കുക. നിങ്ങൾ 11th 12th ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കൂൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ വീണ്ടും കേൾക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇതൊക്കെ ഞങ്ങൾ ഒരു തവണ കേട്ടതല്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു തവണ കേട്ടതാണ്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ, അറിയാതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഓൾറെഡി കേട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ആ ക്ലാസ്സസ് മുഴുവൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനതിൻ്റേതായിട്ടുള്ള ഒരു ഇഫക്റ്റ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ ഉണ്ടായിരിക്കും. എന്തായാലും ഒരു ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും സാറ് പറഞ്ഞ പോലെ മിസ്സാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കാം. കാരണം സാറ് പറഞ്ഞാലേ ഇപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മളെല്ലാം അറിയാമെന്നുള്ള ധാരണ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കാണും. പക്ഷേ ക്ലാസ് കേട്ട് കഴിയുമ്പോഴായിരിക്കും ഇന്ന കാര്യങ്ങളോടും കൂടെ ഞാനതിൽ മനസ്സിലാക്കാനുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ക്ലാസ് കാണുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് കാണുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കേൾക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ആ സമയത്ത് നോട്ടും കൂടെ ഒക്കെ എഴുതാൻ ശ്രമിക്കുക. നമ്മൾ കേട്ടിരുന്ന് പോകാൻ എളുപ്പമുണ്ട്. പക്ഷെ അതിനോടത്തെ നോട്ടൊക്കെ എഴുതി ക്ലാസ് കാണാൻ ആക്റ്റീവായിട്ട് ക്ലാസ് കാണാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. കാരണം പലപ്പോഴും ക്ലാസ് എടുക്കുന്നത് നോർമൽ സ്കൂൾ കരിക്കുലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനു മുമ്പ് പലതവണയായിട്ട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് JEE ഓരോ വർഷവും വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള കോൺസെപ്റ്റ്സ് കൂടി എടുത്തിട്ടാണ് ഓരോ വർഷവും നമ്മൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന രീതി റീസ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സസ് ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധിച്ച് അല്പം പോലും മിസ്സാക്കാതെ കേൾക്കാനും അതിൻ്റേതായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കാം. പിന്നെ നമുക്ക് സാർ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പ്രിപ്പറേറ്ററി ക്ലാസ്സുകൾ, ഈ മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബാച്ച് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും നമ്മൾ ഫിസിക്സിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പ്രിൻസിപ്പിൾസും കൂടെ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകും അല്ലേ സാറേ? തീർച്ചയായും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. തുടക്കത്തിലുള്ള ചെറിയ ചെറിയ സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടായാലും അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ കണ്ടിട്ട് ഇനിയത് ശരിക്കും ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സാറേ, കുട്ടികൾക്ക് സംശയം സ്റ്റഡി മെറ്റീരിയൽ ഏത് യൂസ് ചെയ്യണോ എന്നുള്ളൊരു സംശയം പിള്ളേർക്കുണ്ട്. NCERT ടെക്സ്റ്റ് വായിക്കണോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ടെക്സ്റ്റുകൾ ചെയ്യണം? അപ്പോൾ പലപ്പോഴും ആദ്യം കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. അപ്പം നമ്മുടെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ക്ലാസ്സിലെടുക്കുന്ന ലെക്ചേഴ്സ് വഴി ലെക്ചേഴ്സിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് റെഫറൻസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. ആദ്യം അതിനകത്ത് ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു തവണ കേട്ട കാര്യമാണ് അതിനകത്തുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പിന്നീട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യമായിരിക്കും. പിന്നെ നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ വർക്ക് ബുക്ക് ഉണ്ടാവും, അത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് ഓരോന്നും തരുന്നതായിട്ട് നോക്കാം. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം, NCERT ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിച്ചിരിക്കണം. പക്ഷെ ഇപ്പോഴും JEE ആയാലും ബാക്കിയുള്ള വേറെ ഏത് എക്സാംസിൻ്റെ ആയാലും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളോടെയാണ് നമ്മുടെ സിലബസൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് മാത്രമായിട്ട് നിൽക്കുകയല്ല. ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വരാം. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ വാല്യൂ ഒക്കെ വ്യത്യാസം വരുത്തി ചോദിച്ചാൽ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് അത് കൺസിഡർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കണം. പക്ഷെ അതും എക്സ്ക്ലൂസീവ്ലി ടെക്സ്റ്റ് ബുക്ക് മാത്രം. അപ്പോൾ അതേപോലെ ഇത് ചിലരുണ്ട് NCERT ടെക്സ്റ്റ് നമ്മൾ വായിക്കണമെന്ന് പറയുമ്പോൾ അത് 1 by 1 ഓരോ വേർഡും എടുത്ത് അതിൻ്റെ ആ മീനിങ് കയറി മുറിച്ച് നോക്കി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നില്ല. കാരണം ഒരു വാക്ക് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആലോചിച്ച് നമ്മൾ സമയം കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ബേസിക്കലി ഉള്ള ഐഡിയാസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതെ, തീർച്ചയായിട്ടും. JEE ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും ഉണ്ട്. JEE പ്രശ്നമേ വരുന്നില്ല. ഓരോ വർഷവും 100-300 ക്വസ്റ്റ്യൻ വീതം നമുക്ക് കിട്ടും. അതെ. അപ്പം നമ്മൾ എല്ലാ JEE എക്സാമിനും ചില കോമൺ ടോപ്പിക്കിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഓരോ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു പോകണം അല്ലേ? കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ, 1-2 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു സ്കില്ലൊക്കെ, പ്രോബ്ലംസിൻ്റെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു എക്സാം ഹാളിൽ ഇരിക്കുകയാണ് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൂടെ നിങ്ങളത് ചെയ്യുക. ഓക്കെ, എക്സാം ഹാളിൽ ഇരിക്കുകയാണ്, എനിക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, ഞാനത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ കോൺഫിഡൻസും ബിൽഡാവും, നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസും എക്സാമിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു സ്കിൽസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. അതെ. അപ്പോൾ പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പിന്നെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സുകളൊക്കെ മൊത്തം നമ്മൾ കണ്ട് തീരണം. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കണം.
അപ്പോൾ ഒരു ടൈമിൻ്റെ ലിമിറ്റേഷൻസ് ചിലപ്പം പലപ്പോഴും പലർക്കും തോന്നാം. അപ്പം പറയാനുള്ളത് നമ്മൾ കുറച്ചുകൂടെയൊക്കെ എഫർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത്. നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് ആദ്യം കേൾക്കുമ്പോൾ തന്നെ അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കിയിട്ട് മാക്സിമം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് പഠിക്കുന്ന സമയം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ടൈം നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന കാണും. അപ്പോൾ ആ വേസ്റ്റ് ചെയ്യുന്ന സമയം തൽക്കാലം നമുക്ക് വളരെ കുറഞ്ഞ നാളുകളേ ഉള്ളൂ. അപ്പോൾ ആ നാളുകളിൽ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. നമ്മൾ സമയം ഇല്ലെന്ന് വിചാരിച്ചാൽ ഇല്ല, പക്ഷെ സമയം ഉണ്ടെന്ന് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സമയം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇപ്പോഴും നിങ്ങളുടെ ഒരു ഗോള് മനസ്സിൽ വെക്കുക, നമ്മളൊരു വളരെ നല്ലൊരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ ശരിക്കും നമുക്ക് കിട്ടാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിലേതെങ്കിലും വളരെ മികച്ച ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നമുക്ക് എത്താനും പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്രയിൽ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് അവിടെ കിട്ടുകയാണ്. ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ JEE എക്സാം ആണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ അതിനുശേഷം അഡ്വാൻസ് ഉള്ളപ്പോൾ JEE ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പം തീർച്ചയായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഈസി ആവറേജ് കാണും. എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഈസിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആവറേജും കാണും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഒരു ആവറേജ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വിശ്വസിച്ചിട്ട് നന്നായിട്ട് അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഈ ഒരു തുടക്കത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ അതുപോലെ വളരെ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ബ്രില്യൻറ്റിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സംശയങ്ങളൊക്കെ കുറച്ചൊക്കെ ഫിസിക്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ സമയങ്ങളിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അവർ എക്സ്പീരിയൻസ്ഡാണ്. പിന്നെ നമ്മളെ ടീച്ചേഴ്സ് എക്സ്പീരിയൻസ്ഡാണ്. അവർ ഓരോ സമയത്തും തരുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടുമായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും ബ്രില്യൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്. ഓക്കെ, താങ്ക് യു.